നമ്മൾ ഒരു കാല് താത്തി വെച്ചിട്ട് ഒരു കാല് പൊക്കി വെച്ചിട്ട് പൊക്കി വെച്ചേക്കുന്ന കാല് നേരെ ഇങ്ങനെ പൊക്കി കൊടുക്കുക. 1 2 3 4. അപ്പുറത്തെ കാല് ഒരു കാല് താത്തി വെച്ചു, ബോഡി ഇത്തിരി അടുത്ത് വെച്ചു, നേരെ പൊക്കി കൊടുക്കുക. 1 2 3 4 5. കാല് ഒന്ന് റിലാക്സ് വെച്ച് അവിടെ ഇരിക്കുക. 1 2 3 4. പൊക്കിക്കൊടുക്കുമ്പോൾ വിരൽ ഭിത്തിയിൽ ഉറപ്പിച്ച് വെക്കുക. ഡൗൺ 2 ഡൗൺ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റോമക്ക് തന്നെ റെഡ്യൂസ് ചെയ്യണം കുറച്ച് വർക്കൗട്ട് സെക്ഷനാണ്. മസ്റ്റായിട്ട് നിങ്ങൾ രാത്രിത്തെ ഫുഡ് ഒന്ന് കറക്റ്റ് ചെയ്യണം, അല്ലാതെ ഏത് രീതി നോക്കിയാൽ നമ്മുടെ സ്റ്റോമക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബാക്കി ബോഡി കുറയുന്നതിന് കൂടുതൽ സ്റ്റോമക്ക് നമുക്ക് ഈ രീതി ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കൗട്ടുകൾ പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരു തോന്നുന്നുണ്ട് വയറ് തന്നെ നമ്മുടെ സ്റ്റോമക്ക് തന്നെ കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് തന്നെയായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനായിട്ട് ആദ്യം നിങ്ങൾ വാമപ്പ് ചെയ്യണം. വാമപ്പ് എന്ന് പറയുമ്പോൾ ബോഡിയിൽ നിന്ന് അയച്ചു കൊടുക്കണതാണ് പുതുതായിട്ട് കാണുന്നവർക്ക്. അപ്പോൾ വാമപ്പ് എടുത്താലും ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് ബോഡീനെ എങ്ങനെയൊക്കെ ഒന്ന് കുറച്ചൊന്ന് അയക്കുക. പിന്നെ നമ്മൾ ഫുൾ ബോഡി ഒന്ന് റൊട്ടേഷൻ ചെയ്തെടുത്തു, കാര്യങ്ങൾ ചെയ്തെടുത്തു, കൈ കൊടുക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുക. അപ്പം അറിയില്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ വാമപ്പ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ഇരുന്നിട്ടുള്ള വർക്കൗട്ട് സെക്ഷനാണ് കൊടുത്തു. നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക, കാലിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. വാമപ്പ് ചെയ്തിട്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് കൈക്കും കാലിനും ഇങ്ങനെ ഒന്ന് നിൽക്കാനുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ കാല് പോവുക. 1 2 3 4 5 6 7 8 9 10. അത് ചെയ്തു. ഇനി കാലെ തൊടുക. 1 2 3 4 5 6 7 8 9 10. ഇത് തൊടുക. നേരെ ഇങ്ങനെ പുറത്തോട്ടിരിക്കുക. ചേർത്തിരുന്നു, കാല് കയറ്റി വെക്കുക. ആദ്യം നമുക്ക് ഒരുപാട് കാലിന് ചേർന്ന് വരില്ല. ചേർന്ന് വരാറാകുന്നത് വരെ നിങ്ങൾ അങ്ങനെ തന്നെ വെച്ച് പഠിച്ചാൽ മതി. കാല് നേരെ കയറ്റി വെച്ചു, കൈ വെച്ച് തൊടാവും നോക്കുക. 1 2 3 4 5 6. അത് ചെയ്യുക. നമ്മുടെ കാലൊന്ന് വൈഡായിട്ട് വെച്ചിട്ട് 1 2 3 4 5 6. അത് ചെയ്യുക. അപ്പോൾ നമ്മൾ ഊർന്ന് പോരും. നമ്മൾ വീണ്ടും കാല് വെച്ച് ചേർത്ത് കിടക്കുക. നമ്മുടെ കാലിനെ ഇവിടെ ഒരു നിങ്ങൾ സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. കാലാവുക. 1 2 3 4 5 6 7 8 9 10. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് 1 2 3 4 5 6 7 8 9 10. അത് ചെയ്തു. ഇനി നമ്മൾ കാലിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തു. ബോഡി ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ട് കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുത്തു. ഇനി കൈ ഇവിടെ താഴെ വെച്ചിട്ട് നമ്മുടെ ബോഡിയിൽ പൊക്കി കൊടുക്കുക. 1. അപ്പോൾ ഇതിങ്ങനെ പൊക്കുമ്പോൾ നമ്മുടെ വിരൽ ഇങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ വിരൽ ഭിത്തിയിൽ ഉറപ്പിച്ച് വെക്കുക. ഡൗൺ 2 ഡൗൺ 3 ഡൗൺ 4 ഡൗൺ 5 ഡൗൺ 6 ഡൗൺ 7 ഡൗൺ. അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുക. ഒന്ന് റിലാക്സ് ചെയ്യുക. നമ്മൾ ഒരു കാല് താത്തി വെച്ചിട്ട് ഒരു കാല് പൊക്കി വെച്ചിട്ട് പൊക്കി വെച്ചേക്കുന്ന കാല് നേരെ ഇങ്ങനെ പൊക്കി കൊടുക്കുക. 1 2 3 4. അപ്പുറത്തെ കാല് ഒരു കാല് താത്തി വെച്ചു, ബോഡി ഇത്തിരി അടുത്ത് വെച്ചു, നേരെ പൊക്കി കൊടുക്കുക. 1 2 3 4 5. കാല് ഒന്ന് റിലാക്സ് വെച്ച് അവിടെ ഇരിക്കുക. നമ്മുടെ കൈ ഇങ്ങനെ കൂട്ടി തൊടാവും നോക്കുക. 1 സൈഡ് സൈഡ് 2 സൈഡ് സൈഡ്. കാല് നയിച്ചു, കാല് താത്തി വെക്കുക. ഇനി വീണ്ടും നമ്മൾ പൊങ്ങി ചെയ്യും. 1 2 3 4 5 6 7 8 9 10. ചുമ്മാ ബോഡി ഇങ്ങനെ അയച്ചു കൊടുത്തു. നമ്മൾ ഇച്ചിരി പുറകോട്ട് വരിക. പുറകോട്ട് വന്നിട്ട് നേരെ 1 2 3. ഇത് നിങ്ങൾക്ക്
പറ്റുന്നത്ര കൗണ്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട് ഫുള്ള് നിവർന്ന് കിടന്നു. ഇവിടുന്ന് ഏറ്റി പോയി മുട്ട് മടക്കാതെ ഇവിടെ തൊടാൻ പറ്റുന്നു. പറ്റില്ലെങ്കിൽ നേരെ ഇങ്ങനെ പൊങ്ങി മുട്ട് മടക്കാതെ ചെയ്യണം. മുട്ട് മടക്കിയാണെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ഒന്ന് ബാലൻസ് ആയി കിട്ടിയാലും മതി. കാലൊന്ന് അയച്ചു കൊടുക്കുക. കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ 1 2 3 4 5 ചെയ്യുക. ഏറ്റിട്ട് ഇങ്ങനെ നിന്നിട്ട് കാലിങ്ങനെ ടച്ച് ചെയ്യാൻ നോക്കുക. 1 2 3 4. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ വളർത്തിട്ട് ഇവിടെ വരെ ഇങ്ങനെ ചെയ്യുക. 1 2. ആ നിങ്ങൾക്ക് പറയുന്നത് ഇത്രേ ഉള്ളൂ. നേരെ നമ്മളിങ്ങനെ നിന്നിട്ട് ബോഡി ഇങ്ങനെ പുറകോട്ട് വളർത്തും. ഇത്ര കൊടുക്കും. 2 3 4 5. ഇത് ചെയ്യുക. ഒരു കാലിനെ നേരെ ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5 ചെയ്തു. അപ്പുറത്തോട്ട് നമ്മൾ തിരിച്ചു വെക്കുക. 1 2 3 4 5 ചെയ്തു. രണ്ട് കാലും കൂടി ഇങ്ങനെ വെച്ചിട്ട് നേരെ നമ്മൾ മുട്ടിങ്ങനെ വളച്ചിട്ട് 1 പൊങ്ങുന്നു. 2 3 4 5 ചെയ്യുക. ഇവിടെ നമ്മളിങ്ങനെ റെസ്റ്റ് കൊടുക്കുക. നമ്മളിവിടുന്ന് നേരെ ഇങ്ങനെ നിവർന്ന് നിന്നിട്ട് പതുക്കെ കൈ പിടിച്ച് പുറകോട്ട് വരുന്നു. ഇവിടെ തൊട്ടു നേരെ വളഞ്ഞു. വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ കൈ പിടിച്ച് നേരെ വരും. വീണ്ടും നമ്മളിവിടെ വരിക. ഒന്നുകൂടെ വരിക. വീണ്ടും നമ്മളിവിടെ കൈ പിടിച്ച് ഇവിടെ വരിക. ബോഡി ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കിടക്കണം. അപ്പോൾ നമ്മുടെ കാല് കഴിയുന്നത്ര നമ്മുടെ ഹിപ്പിൻ്റെ അടുത്തോട്ട് അടുപ്പിച്ച് വെക്കണ പോലെ ഫ്രീ ആയിട്ട് കിടക്കുക. കിടന്നിട്ട് പതുക്കെ ഇതേ തൊടാമോ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഈ കാലിൻ്റെ ഇവിടെയാണല്ലോ തൊട്ടാൽ മതി. അത് പതുക്കെ ഒന്ന് പരിശീലിക്കുക. നമുക്ക് ബോഡിക്ക് നല്ല റിലാക്സ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇനി ഒരു കാല് നീട്ടിയിട്ട് ഒരു കാലിൽ നേരെ ഇട്ട് പിടിക്കും. അതിനെ എന്നാൽ നിവർന്ന് വെച്ചു വിടുക. അപ്പുറത്ത് കാലിനെ നിവർന്ന് വെച്ചു വിടുക. ബോഡി ഒന്ന് റിലാക്സ് ആക്കുക. കൈകൾ കിടന്നിട്ട് ആദ്യം നമുക്ക് കാല് അടിപ്പിച്ച് വെച്ച് വേണം ഇങ്ങനെ തൊടാം. പിന്നെ നമ്മൾ നല്ലത് ഇതാണ് 2 3. ഇവിടെ വരെ എത്തിയില്ലെങ്കിൽ എത്തുന്നത്രം ചെയ്ത് നിർത്തുക. ഇങ്ങനെ കിട്ടിയിട്ട് 1 2 3. ഇത് 3 ചെയ്തിട്ട് തിരിച്ചും ചെയ്യുക. 1 2 3 ചെയ്യുക. മുന്നോട്ട് ബോഡിയിൽ നിന്ന് വലിക്കുക. ഈ രണ്ട് കാലങ്ങളോട് പിടിക്കാവുന്ന നോക്കി. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ട. ഇത്ര വിട്ടോളം ഇത്ര മതി. പിന്നെ നമ്മുടെ ബോഡിയൊക്കെ കുറഞ്ഞ് അതിന് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലൂടെ പിടിക്കും. രണ്ട് കൈയോടെ പിടിക്കണമെങ്കിൽ ഈ ഭാഗമൊക്കെ നല്ല അയവും ഫാറ്റൊക്കെ പോയിട്ടേ പറ്റുള്ളൂ. ഇത് ഒന്നുകൂടെ ഒന്ന് ബട്ടർഫ്ലൈ ചെയ്യുക. ഒന്ന് റിലാക്സ് ചെയ്യും. എന്നിട്ട് കാലിങ്ങനെ വലിച്ചു വെച്ച് എല്ലാം ചെയ്തിട്ട് വരുന്ന നമുക്ക് ഇങ്ങനെ ഒന്ന് കാലിനെ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഏത് വർക്കൗട്ട് കഴിയുമ്പോൾ അത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നത് ഒന്നിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളൊന്ന് മുട്ടയിൽ പോകുന്നത് ശീലിക്കണം. അപ്പോൾ കഴിയുന്നെങ്കിൽ മുന്നോട്ടും പോകാം പുറകോട്ടും പോകാം. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കുക. ഇരിക്കുമ്പോൾ ഈ കാലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഇരിക്കാൻ പറ്റുമോ ശ്രമിക്കുക. അടുത്ത കാലിമുട്ട് മടക്കിയിട്ട് കൈ ഇങ്ങനെ താത്ത് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. അപ്പം ഇത് ആദ്യം ചെയ്തൊരു കുറച്ച് ചെയ്താൽ മതി. നന്നായിട്ട് നമ്മളുടെ പെയിൻ ഉണ്ടാകുന്ന സംഭവമാണ്. അടുത്ത നമുക്ക് തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നിങ്ങൾക്ക് പൊക്കാൻ എന്തോരം പറ്റുമോ അത് പോകുക. 1 2 3. അത് പറ്റിയില്ലെങ്കിൽ നേരെ ഇങ്ങനെ കൊടുത്താലും മതി. 2 3 4 5 6. റിലാക്സ്. ഇനി നമുക്ക് നമ്മുടെ കൈക്ക് നല്ല പവർ എടുത്തിട്ട് 1 2 3 4 5 6. റിലാക്സ്. നേരെ ഇങ്ങനെ കിടന്നിട്ട് നമ്മുടെ കാല് ഇങ്ങനെ നയച്ചു കൊടുക്കുക. 1 2 3. റിലാക്സ്. കാലൊന്ന് നീട്ടി വെക്കുക. ഇനി നേരെ 1 2 3 4 5 6. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തല പൊക്കി കൊടുക്കണം. അത് ചെയ്തു. ഇനി കൈ ഇങ്ങനെ വിട്ടിട്ട് 1
2 3 4 5 6. ഒന്ന് റിലാക്സ് ചെയ്യുക. ഇനി നമ്മൾ രണ്ട് കാലിനെ കൂടെ എന്തെങ്കിലും പിടിക്കാവോ നോക്കുക. ഇവിടെ ഒന്ന് നിവർത്തി കൊടുത്തു, മുട്ട നിവർത്തി കൊടുക്കുക. എന്നിട്ട് നേരെ 1 2 3 4 5 6. വീണ്ടും കാലിങ്ങനെ നനച്ചു കൊടുക്കുക. നമ്മളിവിടെ ഒരു കൈ വെച്ചിട്ട് ബ്രിഡ്ജ് ചെയ്യാം. നേരെ നടുക്ക് നന്നായിട്ട് നോക്കി ഒന്ന് അവിടെ ഇരിക്കുക, താത്തുക. 1 വീണ്ടും നോക്കുക. 2 3 4 5 6 7 8 9 10. ഇത് സൈഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഒന്ന് റിലാക്സ് ചെയ്യുക. കാലം നനച്ചു കൊടുത്തു, നേരെ ഇരിക്കുക. ആദ്യം ഓരോ കാലം നിങ്ങൾ ഇങ്ങനെ പൊക്കോ താക്കുകയും ചെയ്യുക. 1 2 3. ഇത് പഠിച്ചതിന് ശേഷം കാലിങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കാവുന്നത്. 1 2 കൈക്ക് ബലം കൊടുത്തിരുന്നു, കൈക്ക് ബലം കൊടുത്തിരുന്നിട്ട് ഓരോ കാര്യം ഇങ്ങനെ ശരിക്കുക. 1 2 3 4 5. അത് കഴിഞ്ഞിട്ട് സ്പീഡ് ചെയ്യാവുന്ന നോക്കി. ഇനി രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് 1 2 3 4 5 6. അത് ചെയ്യുന്നു. ഒന്ന് റിലാക്സ് ചെയ്യുക. ഇതൊക്കെ പതുക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങളൊന്ന് ചെയ്യുക. താങ്ക് യു.